16ാമത് ഷാർജ രാജ്യാന്തര കുട്ടികളുടെ വായനോത്സവം ഷാർജ അൽതാവനുലെ എക്സ്പോ സെന്ററിൽ ആരംഭിച്ചു. വർണ്ണാഭമായ പരിപാടിയിൽ UAE സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉപഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ അഹമ്മദ് അൽ കാസ്മി, ബുക്ക് അതോറിറ്റി ചെയർപേഴ്സൺ ഷെയ്ഖ ബൊദൂർ ബിൻ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി എന്നിവരും ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു. ഡൈവ് ഇൻ ടു ബുക്സ് എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ വായനോത്സവം നടക്കുന്നത്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി 600ലേറെ ശില്പശാലകളും സാംസ്കാരിക പരിപാടികളും ഇതിനോടനുബന്ധിച്ച് തുടക്കമായി. അറബ് രാജ്യാന്തര എഴുത്തുകാരും ചിന്തകരും ഉൾപ്പെടെ 50ലേറെ പ്രഗത്ഭർ നയിക്കുന്ന 50ലധികം ശില്പശാലകളും മറ്റ് കലാ സാംസ്കാരിക വിജ്ഞാന പരിപാടികളും നടക്കും. മെയ് 4 വരെയാണ് ഇത്തവണത്തെ വായനോത്സവം അരങ്ങേറുക. ഇതിനായി എക്സ്പോ സെന്ററിലെ വിവിധ ഹാളുകളിലായി വിശാലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വിവിധ പരിപാടികളിലായി കുട്ടികൾക്ക് സൌജന്യമായി പങ്കെടുക്കാം. കുട്ടികൾക്കായി നിരവധി പരിപാടികളാണ് ഈ 12 ദിവസവും എക്സ്പോ സെന്ററിൽ അരങ്ങേറുക. നാടകങ്ങൾ, ഷോകൾ, തത്സമയ പരിപാടികൾ, എഴുത്തുകാരുമായുള്ള അഭിമുഖം തുടങ്ങിയവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. 3D മോഡലിംഗ്, അനിമേഷൻ, ക്യാരക്ടർ ക്രിയേഷൻ, കോമിക്സ്, പോപ്പ് ആർട്ട്, കോസ്പ്ലേ, ഹെൽമറ്റ്സ് എന്നിവയിൽ പങ്കുചേരാനും കുട്ടികൾക്ക് അവസരം ലഭിക്കും. കൂടാതെ കുക്കറി കോർണറിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഷെഫുമാർ തത്സമയ പാചകവും അവതരിപ്പിക്കും. ശില്പശാലകളും സംവേദനാത്മക സെഷനുകളും ഉൾപ്പെടെ 150 ആകർഷകമായ പരിപാടികൾ കോമിക്സ് കോർണറിൽ നടക്കും. ഷാർജ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയുടെയും സുപ്രീം കൌൺസിൽ ഫോർ ഫാമിലി അഫയേഴ്സ് ചെയർപേഴ്സൺ ഷെയ്ഖ ജവഹർ ബിൻ മുഹമ്മദ് അൽ കാസ്മിയുടെയും രക്ഷാകർതൃത്വത്തിലാണ് ഷാർജ കുട്ടികളുടെ വായനോത്സവം നടക്കുന്നത്. കുട്ടികളിലും യുവാക്കളിലും വായനയോടുള്ള ഇഷ്ടം വളർത്തിയെടുക്കാനും സർഗാത്മകത വളർത്തിയെടുക്കാനും ലക്ഷ്യമിട്ടുള്ള വിശിഷ്ട സാംസ്കാരിക വിദ്യാഭ്യാസ വേദിയാണ് ഇത്. തിങ്കളാഴ്ച മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് വായനോത്സവം നടക്കുക. വെള്ളിയാഴ്ച വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെയും ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയും പ്രവർത്തിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സമയവും അനുവദിച്ചിട്ടുണ്ട്. പ്രവേശനം സൌജന്യമാണ്.